ഇവരുടെ പേര് ഒരുപക്ഷെ നൊബേൽ സമ്മാനത്തിന്റെ ലിസ്റ്റിൽ വലിയ രീതിയിൽ പുറത്തേക്ക് വന്നില്ലായിരുന്നെങ്കിലും BBC തെരഞ്ഞെടുത്ത 100 ശക്തയായിട്ടുള്ള നേതാക്കളിൽ ഒരാളായിട്ട് ഈ മരിയ കൊറീന മച്ചോഡോയുടെ പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടൈം മാഗസിൻ തെരഞ്ഞെടുത്ത ലോകത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന 100 വനിതകളിൽ ഒരാളായിട്ട് മരിയ കൊറീന മച്ചോഡോയുടെ പേരുണ്ടായിരുന്നു. അവർ 2002 ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെ രംഗത്ത് വന്ന് 2012 ആയപ്പോൾ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തിയതാണ്. അവർ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് പലതവണ മത്സരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഒരു തവണ പരാജയപ്പെട്ടു. പിന്നീടൊക്കെ അവരെ തടയുകയായിരുന്നു. ഒരു തരത്തിലും അവരെ മത്സരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത് ചെയ്യായിരുന്നു. മഡൂരോ സർക്കാർ വന്നപ്പോൾ ഷാവേസിന്റെ പിൻഗാമി എന്ന നിലയിൽ മഡൂരോയെക്കുറിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ മഡൂര അധികാരത്തിലെത്തിയ ശേഷം കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ വിട്ട് ഒരു ഏകാധിപതിയുടെ റോള് സ്വീകരിച്ചു എന്നുള്ള വലിയ പരാതി വെനിൻസുലൻ ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ജനാധിപത്യ പോരാട്ടം ഈ രീതിയിലേക്ക് മാറിയത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ ഒരു വനിത അവർ ഒരു സമയത്ത് പോലും പിൻവാങ്ങിയില്ല. അവരുടെ ജീവൻ അപകടത്തിലായ അവസ്ഥയിൽ മാത്രമാണ് അവർ ഒളിവിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷെ ഒളിവിൽ നിന്നുകൊണ്ടും അവർ പോരാട്ടം നടത്തുകയായിരുന്നു. ട്രംപിനെയും ഒരുപക്ഷെ ഈ മരിയ കൊറീന മച്ചോഡോ എന്ന സാധാരണക്കാരിയായ അവിടെ നിന്ന് ഉയർന്നു വന്ന് പോരാട്ടം നടത്തിയ വനിതയും തമ്മിലൊരു കമ്പാരിസൺ പറയാൻ പറ്റില്ല. കാരണം ഓരോ രാജ്യങ്ങളെ കൊണ്ട്, ഇസ്രായേലിനെ കൊണ്ടും പാകിസ്ഥാനെ കൊണ്ടൊക്കെ ഈ നോമിനേഷൻ കൊടുപ്പിച്ച് യുദ്ധങ്ങൾ ഭീഷണിപ്പെടുത്തിയും ഒക്കെ നിർത്തിയ ഒരാൾ. പക്ഷേ ട്രംപിന് ഇത് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ പലതരത്തിലുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊരു കാരണം അമേരിക്കയിൽ തന്നെ ഏകപക്ഷീയമായിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കുന്നു, പാലസ്തീൻ പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കി, ഇറാനിൽ പോയി ബോംബിട്ടു ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.